ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അനാർ എടുത്തിട്ടുണ്ട്, പേരയ്ക്ക, മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്, ആപ്പിള്, പിന്നെ ഷമാമ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഇടുക. ഇത് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അനാറ് കുറച്ചിട്ടു, പിന്നീട് നമ്മൾ പേരയ്ക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നമ്മൾ കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് പേരയ്ക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ പപ്പായ, ഇതിപ്പം നല്ല ചുവപ്പ് കളറുള്ള പപ്പായ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ടൈപ്പ് പപ്പായ ആയിരുന്നേ. അങ്ങനെ നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് ആപ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആപ്പിളും കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് ഷമാമാണ്. നമ്മൾ ഇത്രയും ഫ്രൂട്ട്സ് വാങ്ങിച്ചതിൽ നമുക്ക് പണി കിട്ടിയത് നമുക്ക് ഷമാമിലാണ് കേട്ടോ. ഒട്ടും മധുരവും ഇല്ലായിരുന്നു, അതുപോലെ തന്നെ വാടിപ്പഴുത്ത കണക്കുള്ള ആ ഒരു രീതിയിലുള്ളതായിരുന്നു കേട്ടോ. ഒട്ടും ഒരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയതേ ഇല്ല കേട്ടോ. അങ്ങനെ എന്തായാലും അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്താ ഇനിയിപ്പം ഐസ്ക്രീം അങ്ങോട്ട് വെക്കുക, അങ്ങോട്ട് മിക്സ് ചെയ്യുക, കഴിക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കേ.